സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും വിവാദങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ നമ്മുടെ പ്രിയപ്പെട്ട നടൻ സിദ്ദിഖിന് നേരെയാണ് ഇപ്പോൾ ഒരു നടി രംഗത്ത് വന്നിരിക്കുന്നത്, തന്നെ പീഡിപ്പിച്ചു എന്ന രീതിയിലൊക്കെ. അതിനെ തുടർന്ന് സിദ്ദിഖ് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ചുമതല വഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നുമൊക്കെ രാജിവെച്ച് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഒരു നടിക്കും പെട്ടെന്ന് വന്ന് എന്നെ ഒരു നടൻ പീഡിപ്പിച്ചു, ഒരു പ്രമുഖ നടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് ആ ഒരു നടി ഒക്കെ, വളരെ ചെറിയ റോൾ ചെയ്യുന്ന നടികളൊക്കെ ആയിരിക്കും, എന്നാൽ വളരെ പെട്ടെന്ന് തന്നെയാണ് ഒരു റീച്ചാവുന്നത് ആ നടി. ഇന്നലെ കേട്ട നടിയെപ്പറ്റി വ്യക്തമായിട്ട് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. ഏതെങ്കിലും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തുമില്ല. ഞാൻ ആ നടിയുടെ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ഇവിടെ പറഞ്ഞു വരുന്നൊരു കാര്യം, നടനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം റീച്ച് കിട്ടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇനിയും തുടർന്ന് ഇതുപോലുള്ള നടിമാരുടെ വെളിപ്പെടുത്തലുകൾ തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നടികൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല. അവർക്ക് കള്ളം പറയാം, ചിലപ്പോൾ ശരിയായിരിക്കാം. ഇതൊക്കെ തെളിയിക്കേണ്ട കാര്യമാണ്, തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. സിനിമാ മേഖലയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഇതുപോലുള്ള ചൂഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. അനാവശ്യമായ വെളിപ്പെടുത്തൽ കൊണ്ട് പ്രശസ്തി ആർജിക്കാൻ നോക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പ്രമുഖപ്പെട്ട എല്ലാ നടന്മാരുടെയും പേരുകൾ പരാമർശിച്ചു കൊണ്ടുള്ള വീഡിയോകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് പിന്നെ ആരെയും ഒഴിവാക്കിയിട്ടില്ല, എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു യൂട്യൂബ് ചാനൽ മോഹൻലാലിനെ പറ്റി പറഞ്ഞാൽ മറ്റൊരു യൂട്യൂബ് ചാനലിൽ ചിലപ്പോൾ മമ്മൂട്ടിയെ പറ്റിയായിരിക്കും പറയണം. മറ്റൊരു കാര്യം, മരിച്ച് മൺമറഞ്ഞു പോയ ആൾക്കാരെ വരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഇതിൻ്റെ മറ്റൊരു രസം. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കാര്യം ഇപ്പോൾ വെളിപ്പെടുത്തലുമായി മുന്നോട്ട് കടന്നു വരുന്നു. പ്രത്യേകിച്ചും ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഇതത്ര വിശ്വാസയോഗ്യമാകുന്നില്ല. എത്ര നല്ല കറി വെച്ചാലും അതിനകത്ത് ഒരു തുള്ളി മണ്ണെണ്ണ വീണ് കഴിഞ്ഞാൽ പോയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ഓരോ നടന്മാരും വളരെ സൂക്ഷിച്ചാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പലരും വെളിയിലേക്ക് ഇറങ്ങുന്നില്ല, അല്ലെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല. മിണ്ടിയാൽ മറ്റുള്ള പല വിവാദങ്ങളും നേരിടേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഇതിനെതിരെ പ്രതികരിക്കാൻ പോലും വരുന്നില്ല. മാളത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഉദാഹരണത്തിന് നമ്മുടെ സിദ്ദിഖ് സാറിൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ, ഇത്രയും ദിവസം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടിപ്പോൾ എത്ര ദിവസമായി? ഇത്രയും ദിവസം യാതൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇന്നലെ വളരെ ഡീസൻ്റായിട്ടുള്ളൊരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ പെട്ടെന്നൊരു വിവാദം വരികയാണ്. ഒരു യുവനടി പ്രതികരിച്ചുകൊണ്ട് വരികയാണ്, എന്നെ പീഡിപ്പിച്ചു, എന്നെ റേപ്പ് ചെയ്തു എന്ന രീതിയിലൊക്കെ മുന്നോട്ട് കടന്നു വരികയാണ്. ഇനി വരും ദിവസങ്ങളിൽ ഏതെല്ലാം നടന്മാർ, ഏതെല്ലാം നടിമാരുടെ വാക്കുകളിൽ നിന്നുമാണ് വിവാദങ്ങൾ നേരിടേണ്ടി വരിക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ശരി, ബൈ.